ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ബൈബിൾ പറയുന്നു, പെറ്റമ്മ പോലും ചിലപ്പോൾ മറന്നുപോയേക്കാം, സഹോദരങ്ങൾ മറന്നുപോയേക്കാം, പ്രിയപ്പെട്ടവർ വാക്കു പറഞ്ഞവർ മറന്നുപോയേക്കാം. പക്ഷെ വാക്കു പറഞ്ഞ ദൈവം, വിളിച്ച ദൈവം, അവൻ വിശ്വസ്തനാണ്. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പൊക്കോ, ഞാൻ കൂടെ ഉണ്ടാകും. ആ വാക്കിൽ വിശ്വസിച്ചവൻ അവര് ധൈര്യത്തോടെ പുറപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം വരുമ്പോൾ മറന്നുപോയ യാക്കോബ് എന്താ മറന്നുപോയത്? ഈ ബഥേൽ എന്ന സ്ഥലത്തിന് പേരിട്ടിട്ട് ഒന്നുമില്ലാതിരുന്ന സ്ഥലത്ത് യാക്കോബ് ഒരു പോക്കുപോയതാണ്. അന്ന് കുടുംബമില്ലായിരുന്നു, ഭാര്യയില്ല, മക്കളില്ല, ആടുമാടുകളില്ല, പേര് പോലുമില്ല. ഉപായിയായി ചതിക്കപ്പെട്ടവനായി യാത്ര ചെയ്തവൻ. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് എങ്ങോട്ട് പോണം? നീ പുറപ്പെട്ട് എങ്ങോട്ട് പോണം? ബഥേലിൽ ചെന്ന് പാർക്ക്. ഏതാ ബഥേല്? ഒന്നുമില്ലാത്ത സ്ഥലത്ത്, ഒന്നുമില്ലാത്ത സമയത്ത് ഓടിപ്പോയ സ്ഥലം, കിടന്നുറങ്ങിയ സ്ഥലം, ദൈവം ഇറങ്ങി വന്ന് ദർശനത്തിൽ ഇടപെട്ട സ്ഥലം. നീ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. യാക്കോബ് മറന്നുപോയി. പക്ഷേ യാക്കോബിനോട് പറഞ്ഞതും യാക്കോബ് ദൈവത്തോട് പറഞ്ഞതും ദൈവം മറന്നില്ല. ഞാൻ നിന്റെ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞു, ദൈവം കൂടെ ഇരുന്നു. ഞാൻ നിന്നെ കാക്കുമെന്ന് പറഞ്ഞു, ദൈവം കാത്തു. ഞാൻ നിന്നോട്, അബ്രഹാമിനോടും ഇസ്ഹാക്കിനോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കുമെന്ന് പറഞ്ഞു, അത് നിവർത്തിച്ചു. എല്ലാം നിവർത്തിക്കപ്പെട്ട ശേഷം യാക്കോബ് ബഥേലിലേക്ക് ഒരു പ്ലാനില്ല, അങ്ങോട്ട് റൂട്ടേ ഇല്ല. പക്ഷെ ദൈവം പറയുക, മോനെ, വർഷങ്ങൾക്ക് മുൻപ് നീ പറഞ്ഞ അതേ കാര്യം ഇന്ന് ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തുകയാ. നീ ബഥേലിലേക്ക് പോകണം, അവിടെ ഒരു ആരാധന കഴിക്കണം. ഇന്നത്തെ കാലത്തെ യാക്കോബാണെങ്കിലോ നമ്മളോടാണ് പറയുന്നത്, മോനെ, വർഷങ്ങളായി നിന്നെ ഞാൻ അനുഗ്രഹിച്ചു. ഇപ്പോൾ പെട്ടെന്ന് കർത്താവ് ഒരു യൂട്യൂബ് ലിങ്ക് കിട്ടേര്, ഞാൻ ഈ യൂട്യൂബ് ലിങ്കിൽ ഇരുന്ന് ആരാധിച്ചോളാം. നീ പെട്ടെന്ന് ഒരു സൂം ലിങ്ക് കിട്ടേര് കർത്താവേ, ഞാൻ വീട്ടിലിരുന്ന് ഒരു തകർപ്പൻ ഒരു ആരാധന നടത്തിയേക്കാം. സാവകാശമുണ്ട്, നന്മകളുണ്ട്, ദൈവം നമുക്ക് നൽകിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. നാം പുറപ്പെട്ട് ബഥേലിലേക്ക് പോകുക. ആര് പോണം? ഞാനും നമ്മളും സഹോദരങ്ങളും ചേർന്ന് പോകുക. എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും.